നല്ല ടേസ്റ്റോട് കൂടിയ പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വൈറലായ ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടി 250 ml കപ്പിൽ 1.5 കപ്പ് പുട്ടുപൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് 1.5 കപ്പ് തന്നെ ഇതിലോട്ട് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്കിതിനെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ പുട്ടുപൊടി നല്ലതായിട്ട് പിടിച്ച് നല്ല രീതിയിൽ പുട്ടുപൊടി നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1.5 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിച്ച് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയോടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം തന്നെ നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാവുന്നതാണ്. കറികളൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയ പുട്ടാണിത്. ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണേ.